ഹായ് ഓൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. മിക്ക ആളുകളുടെയും ഒരു ഡ്രീമാണ് ഒരു വീട് പണിയാന്നുള്ളൊരു കാര്യം. അതൊരു ഹൈ വാല്യൂ പർച്ചേസ് ആയതുകൊണ്ട് മിക്ക ആളുകളും അത് ഹോം ലോൺ വെച്ചിട്ടാണ് ചെയ്യുക. RBI ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ റിലീസ് ചെയ്ത ഡോക്യുമെൻറ്റിൽ ബാങ്ക്സ് ഫോളോ ചെയ്യുന്ന കുറച്ച് അൺഎത്തിക്കൽ പ്രാക്ടീസസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം എമൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് കുറക്കാൻ പറ്റും. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക്സ് ലോൺ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ലോൺ സാങ്ഷൻ ചെയ്ത ഡേറ്റ് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ടെക്നിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴാണ് പൈസ വരുന്നത് അന്ന് തൊട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ റീപേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോൺ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും നടുക്കുള്ള ദിവസമായിരിക്കും. ചിലപ്പോൾ 5th-നാവാം, 10th-നാവാം, 15th-നാവാം. പക്ഷേ ബാങ്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മാസത്തെ ഫുള്ള് ഒരുമിച്ച് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കളയും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറിയിൽ ബോണസസ് ഒക്കെ വരുമ്പോൾ മിക്ക ആളുകളും EMIs അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യും. പക്ഷേ ബാങ്ക്സ് ഫൈനൽ EMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ ബാങ്ക്സ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാനായിട്ട് കംപ്ലയിൻറ്റ് ചെയ്താൽ ഇത്